പ്രിയ സ്നേഹിതരെ, മറിയ ഗോസ്പൽ മിഷൻ്റെ മറ്റൊരു സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും അതതിൻ്റേതായ മതഗ്രന്ഥങ്ങളുണ്ട്. ആ മതഗ്രന്ഥങ്ങളെല്ലാം അതത് മതങ്ങളുടെ ആശയങ്ങളെയും തത്വചിന്തകളെയും മനുഷ്യരിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് നിർവഹിക്കുന്നത്. മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്ന് ബൈബിളിനെ വേറിട്ട് നിർത്തുന്ന നിരവധി സവിശേഷതകളുള്ളതായി കാണുവാൻ കഴിയുന്നുണ്ട്. അവയിൽ സുപ്രധാനമായ ഒന്നാണ് ബൈബിൾ വിശ്വാസിക്ക് അനുസരിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. മറ്റു മതഗ്രന്ഥങ്ങളിൽ ഭക്തർക്ക് വിശ്വാസവും ഭക്തിയും വർദ്ധിപ്പിക്കാനുള്ള നിരവധി പ്രചോദനപരമായ തത്വചിന്തകൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും ഇസ്രായേലിയർക്കും ക്രിസ്ത്യാനികൾക്കും കർശനമായി അനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങളും ജീവിതചര്യകളുമാണ് ഉൾക്കൊള്ളുന്നത്. യഹൂദ ജനത ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് കനാനിലേക്ക് യാത്ര ചെയ്യവേ മരുഭൂപ്രയാണകാലത്ത് പ്രവാചകനായ മോശയിലൂടെ നൽകപ്പെട്ട ന്യായപ്രമാണങ്ങളാണ് മുഖ്യമായും പഴയ നിയമത്തിൽ അടങ്ങിയിട്ടുള്ളത്. ന്യായപ്രമാണമനുസരിച്ചും അനുസരിക്കാതെയും ജീവിച്ച ഇസ്രായേലിയരുടെ ചരിത്രവും കാവ്യപുസ്തകങ്ങളും ചേർന്നതാണ് പഴയ നിയമം. ഒരു ജനസമൂഹം എന്ന നിലയിൽ ഇസ്രായേലിയരുടെ സാമൂഹ്യ ജീവിതക്രമവും മതസമൂഹം എന്ന നിലയിൽ അവർ അനുഷ്ഠിക്കേണ്ട പ്രമാണങ്ങളും വ്യക്തമായി ന്യായപ്രമാണത്തിലൂടെ ദൈവം അവർക്ക് നൽകി. ന്യായപ്രമാണം നൽകിക്കൊണ്ട് ഇസ്രായേൽ ജനത്തോട് പ്രവാചകനായ മോശ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പീൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്കടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ജലപ്രളയത്തിന് ശേഷം ഭൂമിയിലെങ്ങും വർദ്ധിച്ചു വരികിയ നോഹയുടെ സന്തതികൾ വിവിധ ജാതികളായും ഗോത്രങ്ങളായും വംശങ്ങളായും തങ്ങളുടേതായ സംസ്കാരത്തിലും വിശ്വാസാചാരങ്ങളിലുമാണ് ജീവിച്ചു പോകുന്നത്. അവരുടെ നടുവിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയെ ഒരു പ്രത്യേക ജാതിയായി നിലനിർത്തുക എന്ന ദൈവിക പദ്ധതിയിലൂടെ ആണ് ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊള്ളുന്നത്. പഴയ നിയമത്തിലെ ദൈവരാജ്യം ദൈവിക ഭരണത്തിന് കീഴിലുള്ള ഇസ്രായേൽ രാഷ്ട്രമായിരുന്നു. എന്നാൽ ഇസ്രായേലിലൂടെ ദൈവരാജ്യം വിഭാവനം കണ്ട യഹോവയുടെ ഭരണം തള്ളി തങ്ങളുടെ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ ഇസ്രായേലിയർ ന്യായപ്രമാണവും കൽപ്പനകളും ലംഘിക്കുവാൻ തുടങ്ങി. മതാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിയ യഹൂദ ജനതയുടെ ആത്മീയ ജീവിതം പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട് എന്ന ശക്തമായ താക്കീതാണ് പ്രവാചകന്മാരിലൂടെ ദൈവം ഇസ്രായേൽ ജനതയെ അറിയിച്ചത്. പ്രവാചക സന്ദേശങ്ങളെ തിരസ്കരിച്ച ഇസ്രായേൽ സ്വന്തം ദേശവും ആലയവും ആരാധനയുമെല്ലാം നഷ്ടപ്പെട്ട് പ്രവാസികളായി പോകേണ്ടി വന്നു. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ യഹോവയ്ക്ക് പ്രസാദകരമാണെന്ന ശൗൽ രാജാവിനോടുള്ള അരുളപ്പാട് ഇസ്രായേൽ ജനവും പാടെ അവഗണിച്ചു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ അനുസരണത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അനുസരണക്കേടിനാൽ ഉണ്ടാകുന്ന ശാപങ്ങളും സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളതായി കാണുവാൻ കഴിയും. ന്യായപ്രമാണം മൂലം മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് കണ്ട ദൈവം മനുഷ്യനുമായി പുതിയ ഉടമ്പടി ഉണ്ടാക്കി. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുമെന്ന് യെഹെസ്കേൽ പ്രവാചകനിലൂടെ പ്രവാസത്തിലായിരുന്ന ഇസ്രായേലിനോട് ദൈവം അരുളി ചെയ്തു. പുതിയ നിയമ വേദഭാഗത്തിലെ ഗലാത്യലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ
അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമ്പോൾ മാനസാന്തരപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നവർക്ക് വിജയകരമായ ആത്മീയ ജീവിതം നയിക്കുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ക്രിസ്തീയ ജീവിതം പരാജയമാണെന്നതിൻ്റെ പ്രകടമായ തെളിവുകളാണ് വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരുടെ പരാജയം. ന്യായപ്രമാണം നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് എന്ന യേശുവിൻ്റെ വാക്കുകളിൽ പുതിയ നിയമവിശ്വാസിയുടെ ജീവിതം എപ്രകാരമെന്ന് വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിൽ പാപം ചെയ്യുന്നവരെ കല്ലെറിയുവാൻ അനുവാദം നൽകിയപ്പോൾ പുതിയ നിയമത്തിൽ സഹോദരൻ നിസാര എന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിന് യോഗ്യനാകും എന്ന് കർശനമായി നിർദ്ദേശിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ വ്യഭിചാരം പാപമെങ്കിൽ പുതിയ നിയമത്തിൽ സ്ത്രീയെ ഭോഗാസക്തിയോടെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു എന്ന് വചനം പറയുന്നു. അർത്ഥാൽ ഹൃദയപരിച്ഛേദന, കൂടുതൽ അനുസരണം വിശ്വാസിയിൽ നിന്ന് ആവശ്യപ്പെടുന്നു. കൂടുതൽ കൊടുത്തവരോട് കൂടുതൽ ചോദിക്കുമെന്ന വചനം ഇവിടെ സ്മരണീയമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ നീതി പരീശന്മാരെക്കാൾ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു വ്യക്തമാക്കിയത്. വിശ്വാസികളുടെ പിതാവിനെ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബ്രഹാം അനുസരണത്തിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് വചനം പറയുന്നു. പുതിയ നിയമവിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശാനുസരണം, വചനം അനുശാസിക്കുന്ന വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. എന്നാൽ ബൈബിൾ ഒരു പൂജാവസ്തുവായി മാത്രം കാണുന്നവരും നന്നായി വചനം പഠിച്ച ശേഷവും അനുസരിക്കാൻ വിമുഖത കാട്ടുന്നവരും ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പറയുന്നു. കേൾക്കുന്ന വചനം വിശ്വസിക്കുകയും അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതെന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ വ്യക്തമാകുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും അനുഗ്രഹീതർ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്ന് യേശു ശിഷ്യന്മാരോടായി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നതായി കാണുവാൻ കഴിയുന്നു. വചനമനുസരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. വചനമനുസരിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. വചനം അനുസരിക്കാനുള്ളതാണ്, പൂജിക്കാനും പഠിക്കാനും മാത്രമുള്ളതല്ല. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാരായി. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ പറയുന്നു. യേശുവിനെ പിന്തുടരുന്നവർ വചനത്തിൽ നിലനിൽക്കണം. അവരുടെ ഉള്ളിൽ വചനം ഉണ്ടായാൽ മാത്രം പോരാ. അതുകൊണ്ട് വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അത് പ്രവർത്തിക്കുക കൂടി ചെയ്ത് അനുഗ്രഹം പ്രാപിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.